45 തൊഴിലുറപ്പുകാരുണ്ട്. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്, ഫോട്ടോ എടുത്തിട്ടല്ലേ ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർ വന്ന് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ നിരന്നിങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ദേഹം കുഴഞ്ഞ് വീഴുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കയറി പിടിച്ചു. അപ്പൊ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പേ വീണ് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ കിടത്തിയിട്ട് ഞങ്ങള് കയ്യും കാലും എല്ലാം ഇട്ട് തടവി എന്തുവാ വിളിച്ചു വിജയകുമാരി എന്ന് വിളിച്ചപ്പോ അവര് ശവം കയറി കുറി അവര് പെട്ടെന്ന് അങ്ങ് ഇതായി. അത് കഴിയുമ്പോ പിന്നെ ഞങ്ങൾ കാണുന്നത് അവരെ കണ്ണ് രണ്ടും കൂടെ തെള്ളി അവര് തെറിക്കുന്ന ഒരു രംഗമാ ഞങ്ങൾ കാണുന്നത്. അത് കണ്ട് ഞങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന കണ്ടുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരു പയ്യൻ ഓടി വന്ന് കാറും എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരെ എടുത്ത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്ത് അന്നേരമുള്ള ചികിത്സ ഡോക്ടർ ചെയ്ത്. പക്ഷെ അതല്ല പറയാനുള്ളത്, ഇവിടെ ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ സിസ്റ്റർമാരും എല്ലാം ഇവിടെ ഉണ്ട്. അവര് നോക്കിയപ്പോ പെട്ടെന്നുള്ള ഒരു രോഗം അവർക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് അവരെ കൊല്ലത്തെത്തിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കൈ ആംബുലൻസ് ഉണ്ടോ, ഞങ്ങളുടെ ഈ വണ്ടി ഉണ്ടോ, ഒന്നുമില്ല. പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ സിസ്റ്റർമാരും ഡോക്ടർമാരും കൂടെ തീരുമാനിച്ചില്ല? ഞങ്ങളിൽ ഒരാൾ ചെന്ന് ചോദിച്ചു ഈ ആംബുലൻസ് ഞങ്ങൾക്കൊന്ന് വിട്ടു തരുക. അന്നേരം പറഞ്ഞ് പാലിറ്റിക്ക് പോകണമെന്ന്. ഇച്ചിരി കഴിഞ്ഞു പോയാൽ പോലും ഒരു ജീവൻ രക്ഷിക്കുന്നതല്ലേ ഒരു ഡോക്ടർക്കും ഒരു സിസ്റ്റർമാരുടെയും കടമ. അവരുടെ ഇതെന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കുക. അത് കഴിഞ്ഞുള്ളത് മതി. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതേ കൊല്ലം വിക്ടോറിയേക്കാളും ഡിസ്ട്രിക്റ്റിനേക്കാളും ഏറ്റവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഫാനുണ്ട്, ഫ്രിഡ്ജുണ്ട്, മിക്സിയുണ്ട്, അതുണ്ട് ഇതുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റലിനുണ്ട്. പക്ഷെ ഞങ്ങളെ ഇതൊക്കെ ആർക്ക് ഉപകാരം? ഇവിടുത്തെ ജീവനക്കാർക്ക് ഉപകാരം? ഇത് ആർക്കാ ഉപകാരം? അത് അവർക്ക് ഉപകാരം. അവർക്ക് ഉപകാരം. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഞങ്ങളെ പോലുള്ള നിരപരാധികള്, പ്രായം ചെന്നവര്, പെട്ടെന്നുണ്ടാവുന്ന ഒരു അസുഖത്തിൽ ഇവിടെ വരുമ്പോ ഞങ്ങളെ എന്തുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ ഇവര് കൊണ്ടുപോകുന്നില്ല? കൊണ്ടുപോകാതെ 1 മണിക്കൂറോളം ആ പെണ്ണിവിടെ കിടന്ന്. 1 മണിക്കൂറോളം 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങളൊരു ആംബുലൻസ് വിളിച്ച് ഇവിടെ എത്തിച്ചപ്പോഴത്തേനും ആ ആംബുലൻസിനെ കയറ്റി അവിടെ കൊണ്ടുവന്നപ്പം പറഞ്ഞ് സമയം കഴിഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവര് മെഡിക്കൽ കോളേജ് വിട്ട്. ഇപ്പൊ മരണത്തോട് മല്ലടിച്ച് മെഡിക്കൽ കോളേജിൽ ICU കിടക്കുന്ന ഡോക്ടർമാരൊന്നും ഏറ്റിട്ടില്ല. സമയം കഴിഞ്ഞു പോയി. അവർക്ക് ഭയങ്കര ഛർദില്. അങ്ങനെ ആ ഒരവസ്ഥ ഇനി ഞങ്ങളിൽ ആർക്കും വരരുത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനൊരവസ്ഥ വന്നാൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്തായാലും മാർഗമെന്ന് വെച്ചാൽ അത് ചെയ്യണം. അതിന് വേണ്ടിയാ ഞങ്ങളുടെ ഈ ദേശത്ത് ഈ ഒരു ഹോസ്പിറ്റൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന. കാരണം ഇത് പണിയുന്ന സമയത്ത് ഇതിന്റെ ഉദ്ഘാടനത്തിന് ഈ കണ്ട ഇത്രയും തൊഴിലാളികൾ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് പണിഞ്ഞ പണിയുണ്ടല്ലേ, ഒരു മാസ്ക് പോലും ഞങ്ങൾ ചോദിച്ചിട്ട് ഈ സിസ്റ്റർമാർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇവിടെ കിടന്ന് കഴുകി വാരി ഇറക്കി ഇതിന് വേണ്ടുന്ന എല്ലാം ഈ തൊഴിലുറപ്പുകാരാ ചെയ്തത്, വേറെ ആരുമല്ല. ഉള്ളതാണോ ഇവര് പറയുന്നത്? ചെയ്തില്ല. ഈ ഹോസ്പിറ്റലിൽ പോച്ച കയറുമ്പോ കാട് കയറുമ്പോ തൊഴിലുറപ്പുകാരെഞ്ഞ് ഇറങ്ങ എല്ലാം കൂടെ വന്നു കിടന്ന് ഈ അഴുക്കും ചാലും ഇത്രയും വാരി കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റിക് ആയാലും എല്ലാം വാരി കൊണ്ടുപോയിട്ട് വരുമ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ഇതിനൊന്നിനും അവകാശമില്ലെന്ന് വരില്ല. അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് ആരെയും കുറ്റപ്പെടുത്തുവല്ല, ആരെയും ഒന്നും പറയുവല്ല. അല്ല, കുറ്റം പറയണം. ഇതൊക്കെ കുറ്റമാണ്. ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാളെ ഇത് എനിക്കല്ല, മറ്റന്നാ വേറെ ഒന്നിന്. ഓരോ ദിവസം ഓരോരുത്തർക്കായിരിക്കും. ഉച്ച കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല. ഇവിടെ രാഷ്ട്രീയക്കാരെങ്കിലും വന്നോ നിങ്ങളെ സഹായിക്കാൻ? ആരും വന്നിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം സമരത്തിന് ഇറങ്ങിയതാണോ? കാരണം ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട ആ രംഗം അതാണ് ഞങ്ങളെ ഇത്രയും വേദനിപ്പിച്ചത്. ഒരു സ്ത്രീയായ ഒരു നേഴ്സാണ് പറയുന്നത് വണ്ടി വിട്ടു തരത്തില്ലെന്ന്. പക്ഷെ ഒരു സ്ത്രീയാണ് പാലിറ്റി കെയറിന് പോകണമെന്ന് പറയുന്നു. അവർക്ക് സൂഹിക്കാനാ, അവർക്ക് കറങ്ങാനാ. അത് ചോദിച്ചോട്ടെ, ഞങ്ങളെ ഈ തൊഴിലാളികൾ ഇവിടെ കിടന്ന് ഈ അഴുക്ക് ചാലി കിടന്ന് ഈ ചെത്തി വാരി ഇതെല്ലാം കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. അവർക്ക് എല്ലാത്തിനും അവകാശം. അത് പറ്റത്തില്ല.
ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾക്ക് നാളെ കാലത്ത് ഇതുപോലൊരൊന്ന് വന്നാൽ ഞങ്ങളെ ശുശ്രൂഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടുന്നത് വിട്ടു തരണം. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണം. അതേ ഉള്ളൂ. അല്ലെ ഞങ്ങൾക്കൊന്നും വേണ്ട. എന്തെങ്കിലും സംഭവിച്ചാലും ഇവരതിന് സമാധാനം പറയണം. ഞങ്ങൾ ചെത്തണം. എല്ലാം അപ്പൊ ഞങ്ങൾ കയറി ഒന്ന് ചോദിക്കട്ടെ എന്തോ ഇന്നലെ സംഭവിച്ചതെന്ന്. നിങ്ങള് കാറിനകത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞെന്നാ? ഞങ്ങള് പറഞ്ഞിട്ടില്ല. കൊട്ടാരക്കര കൊട്ടാരക്കര കൊണ്ടുപോയാൽ പറ്റത്തില്ല, കൊല്ലത്ത് കൊണ്ടുപോകണമെന്ന്. അപ്പൊ കൊല്ലത്ത് കൊണ്ടുപോകാനുള്ള അവസ്ഥയല്ല അതിനകത്ത്. അപ്പോഴാണ് ഞങ്ങൾ ആ പെങ്കൊച്ച് ചോദിക്കുന്നത് ഈ ആംബുലൻസ് ഒന്ന് വിട്ടു തരുമെന്ന്. അപ്പോഴാ പറഞ്ഞ പാലിറ്റിക്ക് പോകണമെന്ന്. ഈ ആംബുലൻസ് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഓട്ടോയിലായിരുന്നല്ലോ പൊക്കോണ്ടിരുന്നത്. ആംബുലൻസ് ആയത് ഇവിടെ. അതിന് ഓട്ടോയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതാ മരുന്നെല്ലാം കൊടുത്തു. കഴിഞ്ഞ ഡോക്ടർ വന്നപ്പോഴത്തേക്ക് ആ കൊല്ലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ആംബുലൻസ് അപ്പോൾ അവർക്ക് പിന്നെ ഈ രോഗികളെ നോക്കാൻ പോകാനുള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. പിന്നെ ഒരു ആംബുലൻസ് വിളിച്ച് അത് പിന്നെ ചെറുവേലെ ആംബുലൻസ് ആയിരുന്നു. അതിൻ്റെ ഡ്രൈവർ പിന്നെ പോയി MGM വണ്ടി കൊണ്ടുവന്ന് അതിനെ കൊണ്ടുപോയി. അപ്പോഴത്തേനും അത് മരണത്തോടായി. ഞങ്ങളൊക്കെ വിചാരിച്ച് മരിച്ചെന്ന്. മാമക്കളും ഇല്ല, ഒരു പെൺകൊച്ചേ ഇന്നലെ മെഡിക്കൽ ഓഫീസറായിരുന്നു. ഇവിടെ സിസ്റ്റർമാരാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ ഞങ്ങളോട് പറഞ്ഞു. കൊല്ലത്ത് എവിടെയും എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ടും ആംബുലൻസ് ഇവിടെ ഉണ്ട്. എന്റെ കൂടെ വന്ന് ചേച്ചി ചോദിച്ചു അത് വിട്ടു തരത്തില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ മരുന്ന് കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊഴിലുറപ്പിൽ നിന്ന് വീണ്ടും അവരെ വിളിച്ചിട്ട് എടുക്കാൻ നിന്നപ്പോഴാണ് രാവിലെ ഇവിടെ വന്നത്. രാവിലെ ഉണ്ടോ 9:15 കഴിഞ്ഞു. ഡോക്ടറോട് സംസാരിച്ചിട്ടില്ല. ഡോക്ടറില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഡോക്ടറില്ല. ഇന്നലെ അവര് പറയുന്നത് അങ്ങനെ പഞ്ചായത്തിനകത്ത് തന്നെ ഫണ്ട് വെച്ചിപ്പം നമ്മളൊരു ഡോക്ടറെ എടുത്ത് അത് നമ്മൾ സായാഹ്ന ഓർമ്മിക്കുകയാണ് 1 മണി തൊട്ട് 6 മണി വരെയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് ആർദ്രം പദ്ധതിയിൽ ഒരു നേഴ്സിനെയും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന നമ്മൾ മറ്റുള്ള പദ്ധതികളിലേക്ക് എല്ലാം മുൻഗണന ആരോഗ്യരംഗത്ത് കൊടുത്തുകൊണ്ടാണ് പല പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം പഞ്ചായത്ത് തന്നെ ഒരു ഡോക്ടറെയും ഒരു നേഴ്സിനെയും എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്തായാലും ഡോക്ടറായിട്ട് കയറി സംസാരിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എല്ലാം തെള്ളുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 1:30 മുതൽ 6 മണിയാണ് ഇവിടെ തൊഴിലുറപ്പുകാര് കശുവണ്ടി തൊഴിലാളികളൊക്കെ വരേണ്ടത്. അവർക്ക് 5 മണി കഴിഞ്ഞ് വരണമെന്നല്ലേ? അടിക്കടി ഇത് വിഷയമാണ്. അതിന് ഡോക്ടർ പഞ്ചായത്ത് വെച്ചിട്ടുണ്ടല്ലോ. അവരില്ലാത്ത ആരുടെ കുഴപ്പം? പഞ്ചായത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള സംഭവമാണ്. അതല്ലേ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പോലുള്ള ഈ ആശുപത്രിക്ക് വേണ്ടിയാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഞങ്ങളൊക്കെയാണ്. ഞാൻ ഡോക്ടറെ മറ്റേ ഡോക്ടറോട്ടൊന്ന് സംസാരിക്കാം. ഡോക്ടറെ അടുത്ത് പോയത് ഡോക്ടർ എത്രയും പെട്ടെന്ന് ഒന്നി കൊല്ലത്തോ അല്ല തിരുവനന്തപുരത്തോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നേരം ഇവിടുത്തെ ആംബുലൻസ് വിട്ട് എടുക്കുന്ന വെച്ചപ്പോൾ ഒരു നേഴ്സ് ആചരിച്ചു പറഞ്ഞു അതിനോട് പാലിറ്റീവിന് പോകണം പറ്റത്തില്ല. നേഴ്സാണ് കുഴപ്പമായ നേഴ്സാ പറഞ്ഞു. അന്നേരം ഞങ്ങൾ പറഞ്ഞു കൊട്ടാരക്കല്ലാണെങ്കിൽ ആ ഡ്രൈവർ ഇറക്കാൻ പറഞ്ഞു. കൊട്ടാരക്കരയിലാണെങ്കിൽ കാറിനകത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. ഉണ്ടായിരുന്നു. അതാ കൊട്ടാരക്കരയിലാണെങ്കിൽ കാറിനകത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൊല്ലം വരെ അതിന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ല അവിടെ നേഴ്സുമാരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. 108 ഇവിടെ കിടക്കുന്ന വണ്ടി ചോദിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് തൊഴിലുറപ്പിൽ നിന്ന് പിന്നെ മറ്റേ ആംബുലൻസ് മുറിയിലും വന്നതാണ്. മുറിയിലും വന്നിട്ട് ഞാൻ എങ്ങനെയാ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാരണം റഫറൻസ് ലെറ്റർ കൊടുക്കണമായിരുന്നല്ലോ പേപ്പർ. അതിനുവേണ്ടി കാണാൻ വന്നപ്പോഴും ഞാൻ ചോദിച്ചാണ്. അന്നേരം പറഞ്ഞു ഞങ്ങളുടെ കാറുണ്ട് ഞങ്ങൾ അതിനെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. പറഞ്ഞു കാറിനകത്ത് കൊണ്ടു കൊട്ടാരക്കല്ലാന്ന് കാറിനകത്ത് കൊണ്ടുപോകാം. കൊല്ലം വരെ പറ്റത്തില്ല ആംബുലൻസിന്. നമ്മുടെ ആശുപത്രി കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തിട്ടല്ലേ ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞു. മരുന്നൊക്കെ കൊടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ ആംബുലൻസ് കിട്ടാത്തതുകൊണ്ടേ ഉള്ളൂ.
ഒരു മണിക്കൂർ താമസിച്ചു. അത്രയും താമസിച്ചു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനാണ് ആംബുലൻസിന് വിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്നത്. എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തന്നെ. അത്രയും താമസിച്ചുകൊണ്ട് ഇന്നലെ മൊത്തം കൊല്ലത്തോട്ട് നിങ്ങൾ ആ ഡോക്ടറോട് തന്നെ പറയാൻ എന്ത്? ഡോക്ടറോട് മറ്റേ ചേച്ചിയെ കയറി പോയി പറഞ്ഞത്. ലാസ്റ്റാ ഞാനല്ലേ നിങ്ങളോട് സംസാരിച്ചത്. അത് ലാസ്റ്റ് അപ്പോഴത്തേക്ക് മറ്റേ ആംബുലൻസ് വന്നു കഴിഞ്ഞാ ഈ ഡോക്ടർ പറഞ്ഞ എന്നോട് പറയാൻ എന്തായിരുന്നു, ഞാൻ ആംബുലൻസ് വിട്ടുതരായിരുന്നല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞു, ഇവിടുത്തെ നേഴ്സുമാരല്ലേ പറയേണ്ടത്. അത് ഒരു അനാവശ്യം സമയത്ത് നിങ്ങളിൽ വണ്ടിയുണ്ട്, ഞങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അത് കൊട്ടാരം ഡോക്ടർ ഡോക്ടർ ഇപ്പൊ ഈ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആകട്ടോ. ഹലോ, അവരെല്ലാം എന്തായാലും ഒന്നായിട്ടുള്ളൂ. സ്റ്റാഫുകളായാലും ഡോക്ടറായാലും അങ്ങനെ പറയത്തുള്ളൂ. അതെന്തായാലും അവർ വിട്ടു കിട്ടും. ഡോക്ടർക്ക് അപ്പൊ ആംബുലൻസ് ചോദിച്ചില്ലയോ? എന്നോട് പിന്നെ വന്ന സിസ്റ്റർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പോയി അല്ല ഡോക്ടർ, ഇവർ ഇത്രയും അറിയാമല്ലോ, ഇവിടെ ഉള്ളവരെല്ലാം സാധാരണക്കാരായ SC ഭാഗത്തിൽപ്പെട്ട പാവത്തുങ്ങളാണെന്ന്. അപ്പൊ ഇവർ ഇത്രയും പേര് ഇവിടെ വന്ന് അവരോട് ഞാൻ ചോദിച്ചതാണ്, നേരത്തെ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ, BP ഉണ്ടോ എന്നെല്ലാം ചോദിച്ചാണ്. അന്നേരം നേരത്തെ എനിക്ക് അസുഖമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്റെ കൂടെ ഉള്ള ഒരാൾ എന്നോട് പിന്നീട് വന്നിട്ട് പറഞ്ഞു, നേരത്തെ ഹാർട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഡോക്ടറെ, ഒരു മരുന്നൊന്നും കഴിക്കത്തില്ലായിരുന്നു എന്ന് കൂടെ ഉള്ള ഒരാൾ എന്നോട് പിന്നീട് വന്ന് പറഞ്ഞു. പറഞ്ഞ വാക്കായി ഈ പറയുന്നത് ഞാൻ പറയുന്നത്, ഈ ഡോക്ടർ രണ്ടാമത് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഇതുവരെ കൊണ്ടുപോയില്ലയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, വണ്ടിയില്ലെന്ന്. അപ്പൊ പറഞ്ഞ് സാറേ സിസ്റ്ററോട് ഇവിടെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അവൾ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ ഈ ആംബുലൻസ് ഞങ്ങൾക്കൊന്ന് വിട്ടു തരുമോ കൊണ്ടുപോകാൻ എന്ന് വെച്ചാൽ പറഞ്ഞു ഇത് പാലിറ്റിക്ക് പോകാനോ കിടക്കുന്ന വണ്ടിയാണ്. ആ പാലിറ്റീവ് ആയിരിക്കാം, അവിടെ ഏത് വാക്കായാലും ഞാൻ പറയുമ്പോൾ സാറിന് അറിയാൻ പൈസ എണ്ണ 65 അതിനൊരു പ്രത്യേകതയുണ്ട്. അതിന് പോകാനാന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ് തീർന്നപ്പോ പിന്നെ ഈ പെണ്ണ് കിടന്ന ആംബുലൻസിനെല്ലാം വിളിച്ച് എവിടെല്ലാം വിളിക്കാം ഞങ്ങളെല്ലാം വേറെ സാറേ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ